ഇന്നൊരു യാത്രയാണ്. ഈ യാത്രയെന്ന് പറയുമ്പം ഒരു ഫാമിലി ടൂറാണ് കേട്ടോ. ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഫാമിലി മാത്രമായിട്ടൊരു ടൂർ പ്ലാൻ ചെയ്യണം എന്നുള്ളൊരു ഇത്. അപ്പോൾ ഇത് എൻ്റെ അനിയൻ്റെ വകയാണ് ഇന്നത്തെ ടൂറ്. ഞങ്ങൾ ഫാമിലി മാത്രമേ ഉള്ളേ, വേറെ ആരും പുറത്തുനിന്ന് ക്ഷണിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ വണ്ടി വന്നു. ആ വീഡിയോസൊന്നും എടുക്കാൻ സാധിച്ചിട്ടില്ല. ആ വണ്ടി വന്നു. അവിടുന്ന് ഇവിടുന്നൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ എല്ലാം പെറുക്കി കൂട്ടി ഞങ്ങൾ തമാശയും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ഞങ്ങൾ യാത്ര ആരംഭിച്ചു. ഇതിപ്പം തിരുവനന്തപുരത്തിൻ്റെ മണ്ണിലേക്ക് കാലുകുത്തിയ സമയമാണ്. ഞങ്ങളൊരു 10-17 പേരുണ്ട്. കുട്ടികളും വലിയവരും അച്ഛന്മാരും ഒക്കെ ആയിട്ട് ഒരു 10-17 പേരുണ്ട്. ഈ കാണുന്ന ലുലു മോള് ആദ്യമായിട്ട് കാണുന്നൊരു സാധനമാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾ എല്ലാവർക്കും ഉണ്ട്. നമ്മൾ സ്വന്തം വീട്ടിലെ പ്രാരാബ്ദങ്ങളിൽ ജീവിക്കുമ്പം നമ്മളിങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ യാത്രകൾ നമ്മൾ നല്ല രീതിയിൽ ആനന്ദകരമാക്കാറുണ്ട്. അപ്പോൾ ഒരുപാട് നാളത്തെ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഈ ഒരു ഫാമിലി ട്രിപ്പ് എന്നുള്ളത് തന്നെ. അപ്പോൾ ഞങ്ങളിന്ന് പോകുന്നത് തിരുവനന്തപുരത്തുള്ള കുറച്ച് ക്ഷേത്രങ്ങളിലേക്കാണ്. അപ്പോൾ ക്ഷേത്രങ്ങളെന്ന് പറയുമ്പം പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു അറിവ് മാത്രമേ ഉള്ളൂ. ഇത് ചെങ്കൽ ക്ഷേത്രമാണ്. 111 അടി പൊക്കമുള്ളൊരു ശിവലിംഗമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത്. ഈ ശിവലിംഗത്തിൽ എന്താണ് പറയുന്നത്, ഒരുപാട് എനിക്ക് തോന്നുന്നൊരു 8-9 അതിന്മേൽ തട്ടുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. നമുക്കിതിനകത്ത് പാസ് എടുത്ത് വേണം ഇതിനുള്ളിലേക്ക് കയറാൻ. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം, ഒരു ഹനുമാനും തൊട്ടടുത്തൊരു ഗുഹയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ശിവലിംഗത്തിനുള്ളിൽ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. കൈലാസവും, ഈ ശിവലിംഗത്തിൻ്റെ ഏറ്റവും മുകളിൽ കൈലാസവും, ആ ഗുഹയ്ക്കുള്ളിൽ എന്താണ് വൈകുണ്ഠമാണ് അവർ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ഒരു ക്ഷേത്രം പോയി കാണേണ്ട ഒന്ന് തന്നെയാണ്. ആ ഹനുമാൻ്റെ ആ ചെവിക്കകത്തിൽ കൂടാണ് നമ്മളെല്ലാം ഇപ്പുറത്തെ ഗുഹയിലേക്ക് വരേണ്ടത്. അപ്പോൾ എല്ലാവരും അമ്പലത്തിലൊക്കെ കയറി നേരത്ത് ഞാനൊന്ന് റൗണ്ട് അടിച്ചു. എൻ്റെ അച്ഛനും ഉണ്ടായിരുന്നു. റൗണ്ട് അടിച്ചൊരു ഫോട്ടോയൊക്കെ എടുത്തു. അതിനുശേഷം ഞങ്ങൾ പോയത് അഴിമലയിലേക്കാണ്. ഞങ്ങളുടെ അച്ഛനും വലിയച്ഛനും വലിയമ്മയ്ക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അവരെ ഞങ്ങളൊരു ഓട്ടോയിലേക്ക് കയറ്റി വിട്ടു. ബാക്കി നടക്കാനാവുള്ളവരെല്ലാം നടക്കുക. കുറേ ഉണ്ടായിരുന്നു നടക്കാൻ, കുത്തിറക്കമാണ്, നടക്കാൻ കുറേ ഉണ്ടായിരുന്നു. അപ്പം കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ എൻ്റെ 2 പൊടി കുഞ്ഞുങ്ങളാണ്. അത്ര പൊടിയല്ല, 4-ലും 1-ലും ഒക്കെ പഠിക്കുന്ന പ്രായമാണ്. എങ്കിലും അവരെ മാനേജ് ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവർക്ക് യാത്ര